ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. 8ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് വന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. ഉറപ്പായിട്ടും നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് ചില ആളുകൾക്കെങ്കിലും സോഷ്യൽ സയൻസ് മാറാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ട് എങ്ങനെയാണ് സോഷ്യൽ സയൻസ് നമ്മൾക്ക് ബുദ്ധിമുട്ടാവുന്നത്, എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ട്, എങ്ങനെയൊക്കെ പഠിച്ചാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് എളുപ്പമാക്കി മാറ്റാൻ പറ്റും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും 7ാം ക്ലാസ്സിൽ 7th നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചതാണല്ലേ. പ്രത്യേകിച്ചും ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? തുടക്കത്തിൽ നമ്മൾ 7th 7ാം ക്ലാസ്സിലെ ആദ്യത്തെ ആ പേജിലെ ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹഗിയ സോഫിയ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചാപ്റ്ററിൽ തുടങ്ങുന്നത്. അതിൽ നമ്മൾ റിനൈസൻസ്, നവോത്ഥാനവും നമ്മുടെ റെവല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വന്ന ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെയാണ് അല്ലേ. നമ്മുടെ ആദ്യം വന്നിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ശരിക്കും ആരാണ് ആദ്യം വന്നിട്ടുള്ളത്? നമുക്കറിയാം, ആദ്യം വന്നിട്ടുള്ളത് ആരായിരുന്നു? മറന്നുപോയോ നിങ്ങളെടുത്ത്? അത് പഠിക്കാൻ ഒരു കോഡൊക്കെ ഉണ്ടായിരുന്നു, പോഡാ ബീ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട്. പോർച്ചുഗീസ്, പിന്നെ വന്നത് ഡച്ച് പിന്നെ വന്നത് ഫ്രഞ്ചുകാര് ബ്രിട്ടീഷുകാര്, പിന്നെ വന്നത് ഫ്രഞ്ചുകാര്. അതിന്റെ കോഡാണ് പോഡാ ബീ ഫ്രൈ എന്നൊക്കെ. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ 7th ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. എന്തായാലും നമ്മൾ അത് കഴിഞ്ഞ് 3rd ചാപ്റ്ററിലും അതിന്റെ കണക്ടർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല നിങ്ങൾ എവിടെ പഠിക്കുന്നത്, 8th പഠിക്കുന്നത്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ സിലബസ് വലിയൊരു ചേഞ്ച് ഉണ്ട്. 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായും പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ 14 ചാപ്റ്റേഴ്സാണ്. 14 ചാപ്റ്റേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ 14 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, തുടക്കം മുതലേ 7th വരെ പഠിച്ച പോലെ നിങ്ങൾ പോകരുത്. ഈ 8th എത്തുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ നോട്ടുകളിൽ എഴുതി വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാനും നല്ല അടിപൊളിയായിട്ട് എന്താക്കും നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് പഠിച്ചു തീർക്കാനും പറ്റും. 8ാം ക്ലാസ്സിലൊരു പ്രത്യേകത, സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് 40 മാർക്കിന് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. വെറും 40 മാർക്ക്, 40 മാർക്സ്. 40 മാർക്കിന് ചോദിക്കുന്നത് മാത്രമല്ല, പിന്നെ എന്തുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. 14 ചാപ്റ്റേഴ്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ 14 ചാപ്റ്റേഴ്സ് 40 മാർക്കിന് ചോദിക്കും. പിന്നെ അതിലെന്താണ് നമ്മളെപ്പോഴും പഠിച്ചു പോകേണ്ട ഒരു കാര്യം, പഠിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടണം. നോക്കിയേ നിങ്ങൾ, ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഏർലി ഹ്യൂമൻ ലൈഫ് എന്നാണ്. എന്ന് വെച്ചാൽ ആദ്യകാല മനുഷ്യ ജീവിതം എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമ്മൾ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, ചാൽക്കോലിത്തിക് ഏജ്, താമ്രശിലായുഗം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കും. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് റിവർ വാലി സിവിലൈസേഷൻ അഥവാ നദീതട സംസ്കാരങ്ങളിലൂടെ എന്നതാണ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ, മെസ്സപ്പൊട്ടാമിയൻ, ചൈനീസ് സംസ്കാരങ്ങളൊക്കെ സിവിലൈസേഷൻസ് ഒക്കെ ഈ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് രസകരമായിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. 3rd ചാപ്റ്റർ, ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും നമുക്ക് വരുന്നത് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിൽ സോഷ്യൽ സയൻസിൽ വരുന്ന മറ്റൊരു സാധനമാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് വലിയൊരു ബ്രാഞ്ചാണ്. അതിൽ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രം, ഭൂമി, കാട്, മല, ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ. ഇത് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രറ്റ്സ്, ഭൗമ രഹസ്യങ്ങൾ തേടി എന്നതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. 4ാമത്തത് സോഷ്യൽ സയൻസിൽ തന്നെ രാഷ്ട്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ആ ചാപ്റ്ററിന്റെ പേര് അവർ ഗവൺമെന്റ്, എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റ്, നിങ്ങൾ പാർലമെന്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, ആരാണ് നിയമം ഉണ്ടാക്കുന്നത്, അതിനുള്ള കുറേ പ്രൊസീജിയറിലെ കുറേ വഴികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇവിടെയാണ്. സുപ്രീം കോടതി എന്താണ്, ഹൈക്കോർട്ട് എന്താണ്, അതിന് കീഴിൽ വേറെ കോടതികളുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അടുത്തത് വീണ്ടും ഹിസ്റ്ററി, ചരിത്രവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ, പ്രത്യേകിച്ചും നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ചാപ്റ്ററിന്റെ പേര് ആൻഷ്യൻ തമിഴകം, എന്ന് വെച്ചാൽ പ്രാചീന തമിഴകം. ഇത് നമ്മുടെ ആദ്യകാല കേരളം എന്ന് പറയുന്നത് തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറെ തിണകളൊക്കെ പഠിക്കാണ്ട്, കുറിഞ്ചി, മുല്ലൈ, പാലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കണം. പിന്നുള്ളത് മാപ്പുകളെ കുറിച്ചാണ്. റീഡിംഗ് മാപ്സ്, ഭൂപടങ്ങൾ വായിക്കാം.
നിങ്ങളുടെ കയ്യിലൊരു മാപ്പ് കിട്ടി, അല്ലെങ്കിൽ ഒരു ഭൂപടം കിട്ടി. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു വലിയ മാപ്പ് കിട്ടിയാൽ അതെങ്ങനെ പഠിക്കാം? അതിലെ സൂചകങ്ങൾ, അതിലെ കളറുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു, സൈനുകൾ അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് വായിക്കാൻ പഠിക്കാം. അങ്ങനത്തെ ഒരു മാപ്പ് കണ്ടാൽ നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കൃത്യമാക്കി മനസ്സിലാക്കാൻ ഒക്കെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് പറ്റുന്നുണ്ട്. പിന്നെ അത് ചാപ്റ്ററിൻ്റെ പേര് എക്കണോമിക് തോട്ടാണ്, സമ്പദ് ശാസ്ത്ര ചിന്തകളാണ്, സാമ്പത്തിക ശാസ്ത്രവുമായി നമ്മുടെ രാജ്യത്തിന് സമ്പത്ത് എങ്ങനെ ഉണ്ടാവുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെയുള്ള ചാപ്റ്ററിന്റെ പേര് നോക്കിയാൽ നിങ്ങൾ ടുവേർഡ്സ് ദ ഗാൻജറ്റിക് പ്ലെയിൻ, ഗംഗാ സമതലത്തിലേക്ക്. ആദ്യകാല മനുഷ്യന്മാർ സിന്ധു നദി അല്ലെങ്കിൽ സപ്തസൈന്ധവ എന്ന് പറയുന്ന പ്രദേശത്ത് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ്. അവിടുത്തെ പിന്നെ ആളുകൾ ഗംഗയിലേക്ക് പോകുന്നതും അതിനിടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും സാമ്രാജ്യങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നു. ഈ ചാപ്റ്ററിന്റെ തന്നെ നേരെ കണ്ടിന്യൂഷൻ ആണ് ഫ്രം മഗധ ടു ധാനേശ്വർ, മഗധ മുതൽ ധാനേശ്വരം വരെ എന്നതാണ് അടുത്തൊരു ചാപ്റ്ററിന്റെ പേര്. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നുള്ളത് ജോഗ്രഫിയുടെ ഭാഗമായി വരുന്ന ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത്, അല്ലെ, ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ക്ലാസ്സിലേക്ക് ടീച്ചർ പുതപ്പും കൊണ്ടുവരുന്നില്ല. ഭൂമിയുടെ പുതപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷമാണ്, അല്ലെ. നമ്മുടെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, ഇങ്ങനെ അതിൻ്റെ പല പാളികളും ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അടുത്ത ചാപ്റ്റർ എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും, എങ്ങനെയാണ് ഇന്ത്യക്ക് സമ്പത്ത് ഉണ്ടാവുന്നത്, അതിന് എന്തൊക്കെ പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് വാട്ടർ ഓൺ എർത്ത്, ഭൂമിയിലെ ജലം എന്ന ചാപ്റ്ററാണ്. ഭൂമിയിൽ ജലം എങ്ങനെയാണ് ഭൂമിക്കുള്ളിലേക്ക് ജലം ഇറങ്ങുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ കിണറുകൾ, ഇങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഈ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു 2020 ശേഷം ആഡ് ചെയ്തൊരു ചാപ്റ്ററാണ്. നമ്മുടെ പ്രത്യേകിച്ചും ആ ഫ്ലഡൊക്കെ ഉണ്ടായില്ലേ, വെള്ളപ്പൊക്കം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ പിന്നീട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ആഡ് ചെയ്തതാണ്. ആസ് ദ ടൊറൻഷ്യൽ റെയിൻസ് പോർ ഡൗൺ, പേമാരി പെയ്തിറങ്ങിയപ്പോൾ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ഫ്ലഡ് ഉണ്ടായ സമയത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, എങ്ങനെ നമ്മൾ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കും. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. ഇതാണ് 14ാമത്തെ ചാപ്റ്റർ. സാമൂഹിക സംഘങ്ങളും സാമൂഹിക നിയന്ത്രണവും എന്നതാണ് ആ ചാപ്റ്ററിൻ്റെ പേര്, അല്ലേ. നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിൽ പാലിക്കേണ്ട കുറേ നിയമങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കണം. ഇത്രയും ചാപ്റ്ററാണ് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്ക് 8ാം ക്ലാസ്സിൽ 8th നമുക്ക് പഠിക്കാനുള്ളത്. 8ാം ക്ലാസ്സിൽ നമുക്ക് ശരിക്കും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് പഠിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തുടക്കം മുതലേ ക്ലാസ്സുകളൊക്കെ കണ്ട് കൃത്യമായ ചെറിയ നോട്ടുകളൊക്കെ എഴുതി വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് ഭയങ്കര ഈസി ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായി പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാനും ഫസൽ സാറും ഇത് സാറൊക്കെ നിങ്ങൾ ക്ലാസ്സുമായിട്ട് വരും. നമുക്ക് വീണ്ടും കാണാം. ബൈ.